ജമ്മു കശ്മീരിൽ 3 ദിവസത്തിനിടെ മൂന്നാമത്തെ ഭീകരാക്രമണം. ഡോഡയിൽ സൈനിക പോസ്റ്റിന് നേരെയുണ്ടായ വെടിവെപ്പിൽ 2 ജവാന്മാർക്ക് പരിക്കേറ്റു. കത്വയിലുണ്ടായ ആക്രമണത്തിൽ ഒരു ഭീകരനെ സുരക്ഷാസേന വധിച്ചു. റിയാസിൽ ബസിനു നേരെ ആക്രമണം നടത്തിയ ഭീകരന്റെ രേഖാചിത്രവും പുറത്തുവിട്ടു. രാകേഷ് ചേരുന്നു. രാകേഷ്, ഇതെപ്പോഴാണ് ഈ മൂന്നാമത്തെ ആക്രമണം ഉണ്ടായത്? രാകേഷ്, ഈ മൂന്നാമത്തെ ഭീകരാക്രമണം അത് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്തത്? എൽദോ, 3 ഭീകരാക്രമണമാണ് കഴിഞ്ഞ 72 മണിക്കൂറിനിടെ ജമ്മു കശ്മീരിൽ ഉണ്ടായത്. കാരണം ആദ്യം റിയാസിയിൽ തീർത്ഥാടക സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതിനുശേഷം കത്വയിൽ വീടിന് നേരെ ആക്രമണം നടത്തുന്നു. ഇന്നലെ രാത്രി സൈനിക പോസ്റ്റിന് നേരെ ആക്രമണം നടത്തുന്നു. അങ്ങനെ 3 ആക്രമണങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയിലാണ്, അതീവ ജാഗ്രതയിലാണ് ജമ്മു കശ്മീർ. ഇന്നലെ രാത്രി രാഷ്ട്രീയ റൈഫിൾസിനെയും ഒപ്പം തന്നെ പോലീസിൻ്റെയും പോസ്റ്റിന് നേരെയാണ് ആക്രമണം നടത്തിയത് ഭീകരർ. തുടർന്ന് സുരക്ഷാ സേനയും തിരിച്ചടിച്ചെങ്കിലും ഭീകരരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവിടെ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കത്വയിൽ ഇന്റർനാഷണൽ ബോർഡറിനോട് ചേർന്നുള്ള പ്രദേശത്ത് ഹിരാനഗർ സെക്ടറിലാണ് ആക്രമണം നടന്നത്. അതിർത്തി മറികടന്നെത്തിയ ഭീകരർ ആദ്യം ഒരു വീട്ടിലെത്തുകയും തുടർന്ന് വെള്ളം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം ആ സമയത്ത് ആ വീട്ടിൽ അച്ഛനും മകനുമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അവിടെ സുരക്ഷാ സേന നടത്തിയ തെരച്ചിലിൽ ഒരു ഭീകരനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയും ഇപ്പോഴും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ സംഭവം റിയാസിയിലുണ്ടായ ആക്രമണമാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെയാണ് റിയാസി ജില്ലയിൽ തീർത്ഥാടക സംഘത്തിന് നേരെ ആക്രമണം നടന്നത്. അന്ന് 9 പേരാണ് കൊല്ലപ്പെട്ടത്. ഒപ്പം 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അത് ബസ്സിന് നേരെ ആദ്യം ഡ്രൈവർക്ക് നേരെ വെടിവെക്കുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ടുകൊണ്ട് ബസ് കൊക്കയിലേക്ക് മറിയുന്നു. ഏതായാലും ആ സംഭവത്തിൽ ഇതുവരെ ഭീകരരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ദൃക്സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ രേഖാചിത്രം തയ്യാറാക്കിയിട്ടുണ്ട് പോലീസ്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഊർജിതമായി നടക്കുന്നത്. മാത്രവുമല്ല, ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഈ പാരിതോഷവും ഇപ്പോൾ സുരക്ഷാ സേന പ്രഖ്യാപിച്ചിട്ടുണ്ട്. എൽദോ, എന്താണെങ്കിലും ജമ്മു കാശ്മീരിൽ 72 മണിക്കൂറിനിടെ മൂന്നാമത്തെ